പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുമായുള്ള ഒരു ബന്ധത്തിലേക്ക് പരിപൂർണമായി വരാതിരിക്കാൻ നിങ്ങളുടെ വ്യക്തിയെ തടഞ്ഞു നിർത്തുന്നത് എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത്. അത് വ്യക്തിയാണോ, സംഭവങ്ങളാണോ, ഏതെങ്കിലും തരത്തിലുള്ള നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിനെ തടഞ്ഞു നിർത്തുന്നത് ആര് എന്നുള്ള ചോദ്യത്തിനാണ് നാം ഇന്ന് ഉത്തരം നൽകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളതിന് 3 കാർഡുകളാണ് ഈ ഒരു റീഡിങ്ങിന് നമ്മൾ എടുക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. നമുക്ക് നേരെ കാർഡിലേക്ക് പോകാം. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുമായുള്ള ബന്ധം സജീവമാക്കാൻ തടസ്സം എന്താണ് അവരെ തടഞ്ഞു നിർത്തുന്നത്? 3 ടാരോട്ട് കാർഡുകളുടെ സഹായത്തോടെ ആഴത്തിൽ നോക്കാം. ബന്ധത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. എന്തൊക്കെയാണ്? ഭയങ്ങളാണോ, അനിശ്ചിതത്വമാണോ, മുൻകാല അനുഭവമാണോ, ആത്മവിശ്വാസക്കുറവാണോ? ഇത് പലതും ആകാം. എന്തുമായാലും ഇവിടെ നമുക്ക് നോക്കുന്നത് നാം ഇതൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ആരാലുണ്ടാകുന്നു, എന്തിനാലുണ്ടാകുന്നു എന്നുള്ളതാണ്. 3 ടാരോട്ട് കാർഡുകളിലൂടെയാണ് നാം അത് കൃത്യമായിട്ട് നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുകയാണ്. ആദ്യത്തെ ടാരോട്ട് കാർഡ് ഡീവിൾ ടാരോട്ട് കാർഡാണ്. തടസ്സത്തിൻ്റെ ഉറവിടമാണ് ഇവിടെ കാണുന്നത്. തടസ്സത്തിൻ്റെ ഉറവിടം ആണ് ഈ ആദ്യത്തെ കാർഡ് ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് അവർക്ക് അത് അവബോധത്തിലാണോ അല്ലെങ്കിൽ അജ്ഞാതമാണോ എന്നുള്ളതാണ്. ഈ 3 കാണുന്നത് രണ്ടാമത്തെ കാർഡ് 3 എന്ന് പറയുമ്പോൾ ചന്ദ്രനാണ്. സ്വപ്നമാണോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ തോന്നലാണോ, അവരുടെ സ്വന്തം ചിന്ത കൊണ്ടാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവരാരെങ്കിലും പ്രേരിപ്പിക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 3ാമത്തെ കാർഡ് പറയുന്നത് ഈ തടസ്സം മറികടക്കാൻ എങ്ങനെ നമുക്കൊരു സഹായം ലഭിക്കും എന്നുള്ളതാണ്. ഓരോ കാർഡിൻ്റെയും റീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കൃത്യമായിട്ട് കേട്ട് നിൽക്കണം. കൃത്യമായൊരു റീഡിങ് നമുക്കതിൽ പറയാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ആദ്യത്തെ കാർഡിലേക്ക് വിശദമായി പോകാം. ദി ഡീവിൾ എന്ന കാർഡാണ്. ഭയങ്ങൾ ഉണ്ടാകുന്നു ആ വ്യക്തിക്ക്. നിങ്ങളിൽ നിന്നുള്ള ബന്ധം അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള ബന്ധത്തിന് തടസ്സമായിക്കൊണ്ട് ആ വ്യക്തിയിലും ഭയങ്ങൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അധീനത ഉണ്ടാകുന്നു. ആരൊക്കെ ആ വ്യക്തിയെ അധീനപ്പെടുത്തുന്നു, നിങ്ങളിൽ നിന്ന് ബന്ധം ഒഴിയാനും നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കാനും ആരൊക്കെയോ ദുസ്വാധീനത്തിന് ഇടയാക്കുന്നു, അധീനപ്പെടുത്താൻ ശ്രമിക്കുന്നു. പഴയ ബന്ധങ്ങളിൽ നിന്നുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഒരു ഭാഗത്തുണ്ട്. പഴയ ബന്ധങ്ങളിലെ പിടിവലികൾ, ആസൂത്രണങ്ങൾ, അതൊക്കെ ആ വ്യക്തിയുടെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യക്തി ഇപ്പോഴും നിങ്ങളുമായിട്ടുള്ള ബന്ധം ദൃഢമാണെന്ന് കരുതുകയും നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ വ്യക്തിയെ അധീനപ്പെടുത്തുന്നതിനോ ആ വ്യക്തിയെ അപഹരിക്കുന്നതിനോ ഒക്കെയുള്ള ശ്രമങ്ങളുണ്ട്. കൃത്യമായിട്ട് അതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പക്ഷെ അപ്പോഴും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. അതിനെയൊക്കെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ വ്യക്തി എത്തുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശത്രുക്കളുടെ കാര്യങ്ങളാണ് നാം ഈ പറയുന്നത്. ശത്രുക്കൾ അവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആ ശത്രുക്കളെ തോൽപ്പിച്ചുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടേതാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രണ്ടാമത്തെ കാർഡ് ദി മൂണാണ്. ആ വ്യക്തിക്ക് അവബോധമില്ലാത്ത അവസ്ഥയുണ്ട്. ഒരു സ്റ്റാൻഡില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിച്ച് നിലപാട് സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തുന്നു. അത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ദുർബലതയായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ പോകുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കൃത്യമായൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയുന്നില്ല. ഇത് കൃത്യമായ റീഡിംഗ് ആണ്. ഈ ചന്ദ്രനാണ് കാണുന്നത്. അതായത് ഒരു മോഹവലയത്തിൽ പെട്ടിരിക്കുന്നു ആ വ്യക്തി. സ്വപ്നം കാണുന്ന ഒരു സ്വപ്നലോകത്ത് ആ വ്യക്തി താമസിക്കുന്നു എന്ന് പറയുന്നത് പോലെ ആശങ്കകൾ ആ വ്യക്തിയുടെ മനസ്സിൽ വേണ്ടുവോളുണ്ട്. പലതിനെക്കുറിച്ച് അനാവശ്യമായ ആശങ്കകളുണ്ട്. ഭയങ്ങളാൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് ആ വ്യക്തിക്കുള്ളത്. ആരൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ട്, ആരൊക്കെയോ ദുസ്വാധീനത്തിന് ഇരയാക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ദുസ്വാധീനം മൂലം കൃത്യമായ നിലപാട് ആ വ്യക്തിക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. അത് ഒരു വലിയ സത്യം തന്നെയാണ്. നമുക്കൊരു 3ാമത്തെ കാർഡിലേക്ക് നേരെ പോകാം. ദി എംബ്രാസ് സ്വകാര്യതയാണ്, എംബ്രാസ് പരിഗണനയാണ്, മനസ്സ് തുറക്കലാണ്, ഇതെല്ലാമാണ്.
ആ വ്യക്തി അവസാനം നിങ്ങളോട് ആ വ്യക്തിക്ക് സംഭവിച്ചു പോയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ഒരു റീഡിങ് നൽകും. തീർച്ചയായിട്ടും കൃത്യമായൊരു റീഡിങ് ആ വ്യക്തി നൽകും. കൃത്യമായൊരു അഭിപ്രായം പറയും. ആശങ്കപ്പെടുത്തുന്ന ആളുകളുണ്ട് ആ വ്യക്തിയെ. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആ വ്യക്തിയെ കൃത്യമായി ആശങ്കപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവസാനം മനസ്സ് തുറന്ന് എല്ലാം നിങ്ങളോട് പറയും. അവസാനം മനസ്സ് തുറന്ന് നിങ്ങളോട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും. ആ വ്യക്തികൾ, അതായത് ആ വ്യക്തിയെ മോഹവലയത്തിലാക്കാൻ ശ്രമിച്ചവർ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞാലും, എന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലും, മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം ആ വ്യക്തി തിരിച്ചറിയുകയും ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. പ്രതീക്ഷയുടെ ഒരു തീനാളം, ഇരുണ്ട ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരു തീനാളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളുണ്ടാക്കുകയാണ്. നിങ്ങളെ പല കാര്യത്തിലും അവിശ്വസിച്ച വ്യക്തി, നിങ്ങളെ പല കാര്യത്തിലും പരിഗണിക്കാതിരുന്ന വ്യക്തി അവസാനം നിങ്ങളെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. നിങ്ങളെ പരിഗണിച്ച് മുന്നോട്ട് പോകുന്ന കൃത്യമായ നിലപാടിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. നിങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോയി. മറ്റു പല ആളുകളും നിങ്ങളെ വിശ്വസിക്കരുത്, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങളെ പരിഗണിക്കരുത് എന്നിത്യാദി കാര്യങ്ങൾ നിരവധി പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി, ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യത്യാസമായി നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തിയുടെ മനസ്സെത്തി. ഒരു ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളൊരു പക്ഷെ അവിശ്വസിച്ചിരിക്കാം പൂർണ്ണമായിട്ട്. നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള ആളുകളുടെ ഭയപ്പെടുത്തൽ, മറ്റുള്ള ആളുകളുടെ നുണകൾ പറഞ്ഞുണ്ടാക്കൽ, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നും ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിച്ചു. ഇപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നു. ആ മോഹ വലയം, ആ വലയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഭേദിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ പരിഗണിക്കുന്ന, നിങ്ങളാണ് പ്രതീക്ഷ എന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ ഒരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തി. ആ വ്യക്തിക്ക് അതിൽ അഭിമാനിക്കാം. ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തേടിയെത്തി. കാരണം നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാർ ഭയപ്പെടുത്തിയും കുറേ ആൾക്കാർ ദുസ്വാധീനങ്ങൾ നടത്തിയും ആ വ്യക്തിയെ കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് ആ വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ദൃഢമാകുന്നു. ആ അവസ്ഥയാണ് ഇനി സംജാതമാകാനുള്ളത്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.